നമസ്കാരം. ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ അതിന്റെ വലിയൊരു ഭാഗം നാട്ടിലേക്ക് അയക്കുന്നവരാണ് പ്രവാസി മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ളവർ. ഇത്തരത്തിൽ അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കാൻ രൂപയുടെ മൂല്യത്തിലെ ഉയർച്ച താഴ്ചകൾ പ്രവാസികൾ നിരന്തരം ശ്രദ്ധിക്കാറുമുണ്ട്. മൂല്യം കുറയുന്ന സമയത്താണെങ്കിൽ കടം വാങ്ങി പോലും നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾ ഏറെയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് മറ്റ് പല കാര്യത്തിലും തിരിച്ചടിയാണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ച് ഇത് നേരിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. UAE ദർഹവുമായുള്ള ഇന്ത്യയുടെ വിനിമയ നിരക്ക് ഓഗസ്റ്റിൽ വീണ്ടും ഇടികേക്കും എന്നാണ് ചില വിലയിരുത്തലുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് പ്രവാസികൾക്ക് ഈ മാസം പണം അയച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. UAE ആസ്ഥാനമായുള്ള ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിന്റെ അതായത് ഫോറക്സിന്റെ കണക്കുകൾ അനുസരിച്ച് അടുത്ത ആഴ്ചകളിലും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടികേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. $ഡോളറുമായുള്ള നിലവിലെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 84 രൂപ 15 പൈസയാണ്. ഒരു UAE ദർഹം ലഭിക്കണമെങ്കിൽ ഇന്ന് 22 രൂപ 91 പൈസ നൽകേണ്ടതായി ഉണ്ട്. എന്നാൽ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഒരു ദർഹത്തിന് ചാർജുകൾ ഒഴിവാക്കി 22 രൂപ 7 പൈസ വരെ ലഭിക്കുന്നതാണ്. 43 ദർഹം 91 ഫിൽസ് നൽകിയാൽ 1000 ഇന്ത്യൻ രൂപ സ്വന്തമാക്കാൻ സാധിക്കും. അടുത്ത കാലത്ത് ലഭിച്ച ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് ഇത്. മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിരക്കിൽ നേരിയ വ്യത്യാസങ്ങളും ഉണ്ടാകും. എങ്കിലും വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ല എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുകയാണെങ്കിൽ ഒരു UAE ദർഹത്തിന് 22 രൂപ 83 പൈസ വരെ എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളിൽ, അതായത് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട് റിപ്പോർട്ടുകളിൽ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിന് പിന്നാലെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ തുടങ്ങിയത്. ഓഹരി വിപണിയിലെ ഇടിവ് രൂപയെയും ബാധിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 2ാം വാരവും 3ാം വാരവും രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ രൂപ തിരിച്ചു വരണമെങ്കിൽ ഏറെ പണിപ്പെടേണ്ടതായും വരും. കഴിഞ്ഞ വർഷവും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരുന്നുവെങ്കിലും ഇത്ര വലിയ ഇടിവ് ഉണ്ടായിരുന്നില്ല. UAE ദർഹവുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് $ഡോളറുമായുള്ള മൂല്യം ഇടിവാണ് വ്യക്തമാക്കുന്നത്. അതായത് $ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ ഇടിവ് UAE ദർഹവുമായുള്ള വ്യാപാരത്തിലും പ്രതിഫലിക്കുന്നതാണ്. അതേസമയം മലയാളി പ്രവാസികൾ 2023 നാട്ടിലേക്ക് അയച്ചത് 2,16,893 കോടി രൂപ ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 22 ലക്ഷം മലയാളികളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്നത്. 2023 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. 2018 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ 85,092 കോടി രൂപയായിരുന്നു നാട്ടിലേക്ക് എത്തുന്ന ആകെ NRI പണമായി കണ്ടെത്തിയിരുന്നത് എങ്കിൽ 5 വർഷത്തിനിപ്പുറം അതിൽ 154.9% വർധനവും കാണിക്കുന്നുണ്ട്. പ്രവാസികൾ അവരുടെ കേരളത്തിലെ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധനവ് 2023 ഉണ്ടായിട്ടുണ്ട്. 37,058 കോടി രൂപ അയച്ചതായാണ് സർവേ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ NRI നിക്ഷേപങ്ങളിൽ 21% വിഹിതം കേരളത്തിൻ്റെതാണ് എന്നതും ശ്രദ്ധിക്കണം. 2019 മുതൽ തന്നെ ഈ ഒരു കണക്കിൽ സ്ഥിരത കേരളം കാണിക്കുന്നും ഉണ്ട്.